ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ മതം ചോദിച്ച ശേഷമാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പോൾ 2016-ലെയും 2019-ലെയും പോലുള്ള സമാനമായ അതിശക്തമായ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അടിക്ക് അതിന്റെ 10 മടങ്ങ് ആഘാതത്തിലുള്ള തിരിച്ചടി അധികം വൈകാതെ തന്നെ നമ്മൾ കൊടുത്തിരിക്കും. അതോടെ കാശ്മീരിനെ തൊടാനുള്ള അവരുടെ പൂതി അതോടെ കെട്ടടങ്ങും. കാശ്മീരി ജനതയെ വിറപ്പിച്ച ആ വെടിയൊച്ചകൾക്കുള്ള പ്രതികാരം തീർച്ചയാണ്. അടിക്ക് തിരിച്ചടി ഉടൻ തന്നെ നൽകും, അതും ഇരട്ടിയായി. അതെ, ഇന്ത്യ വലിയ രൂപത്തിലുള്ള തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത്. അതിർത്തി കടന്ന് ഏത് നിമിഷവും ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ കമാൻഡും എന്തിനും തയ്യാറായാണ് നിൽക്കുന്നത്. കരസേനയ്ക്ക് പുറമെ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ ഉന്നത പട തന്നെ ജമ്മു കാശ്മീരിൽ കുതിച്ചെത്തിയിട്ടുമുണ്ട്. ആർട്ടിക്കിൾ 370-നെ ചുരുട്ടിക്കൂട്ടി തൂക്കിയെടുത്ത് ദൂരെ കളഞ്ഞപ്പോൾ, കാശ്മീരി ജനത സമാധാനം എന്താണെന്ന് അറിഞ്ഞപ്പോൾ, അവർക്ക് മുമ്പിൽ പ്രതീക്ഷകളുടെ വെളിച്ചം വീശിയപ്പോൾ, കൂടാതെ വികസനം എന്താണെന്ന് ആദ്യമായി അവർ രുചിച്ചറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ആ പാക് തീവ്രവാദികൾക്ക്. അതിന്റെ പ്രതികാരമാണ് ആ 28 നിരപരാധികളുടെ ജീവൻ എടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് കാണേണ്ടി വന്നത്. അതെ, ഉയർത്തെഴുന്നേൽക്കുന്ന കാശ്മീരിനെ മുച്ചൂടും മുടിപ്പിക്കുക, ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ലോകം അത്ഭുതത്തോടെ നോക്കിയ ചനാബ് പാലം മുതൽ അതിർത്തിയെ തൊട്ട റോഡുകളും അതിവേഗ റെയിൽവേയും അങ്ങനെ പോകുന്നു സർക്കാർ തുടക്കം കുറിച്ച കാശ്മീരിലെ വികസന പദ്ധതികൾ. കോടികളാണ് ഇതിനെല്ലാം വേണ്ടി അവിടെ നമ്മുടെ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തത്. എന്നാൽ കാശ്മീർ താഴ്വരയെ അങ്ങനെയൊന്നും തങ്ങളുടെ പക്കൽ നിന്നും മോചിപ്പിക്കാൻ മനസ്സില്ലെന്ന മത തീവ്രവാദികളുടെ പിടിവാശിയുടെ ഫലമെന്നോണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. കൂടാതെ ആർട്ടിക്കിൾ 370 തൂക്കിയെടുത്ത് ദൂരെ കളഞ്ഞതിനുള്ള പ്രതികാരവും ഇതിലൂടെ വെളിവാകുന്നതാണ്. തക്കം പാർത്തിരുന്ന് പ്രതികാരം വീട്ടിയതാവാം ഇതിലൂടെ. എന്തായാലും ഇത് മറന്നു കളയാൻ, ക്ഷമിച്ചു വിടാൻ പഴയ ഇന്ത്യയല്ല ഇത്. മട്ടും ഭാവവും എല്ലാം മാറ്റി ലോകത്തിന് മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കുന്ന രാജ്യം. അതുകൊണ്ട് ഇനി തോറ്റുകൊടുക്കാൻ മനസ്സില്ലെന്നും തിരിച്ചടി ഉടൻ നൽകുമെന്നും ബന്ധപ്പെട്ടവർ പ്രതികരിച്ചു കഴിഞ്ഞു. എങ്കിൽ ആരാണ് ഈ ക്രൂരതയ്ക്ക് പിറകിലെന്നും അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നും അതോടൊപ്പം ഇനി നമ്മുടെ രാജ്യം എങ്ങനെ തിരിച്ചടി നൽകുമെന്നും നമുക്ക് വേഗത്തിൽ തന്നെ മനസ്സിലാക്കാം. ദക്ഷിണ കാശ്മീരിലെ പഹൽഗാമിലാണ് സംഭവം നടക്കുന്നത്. 28 പേർ കൊല്ലപ്പെട്ടത് കൂടാതെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലാകട്ടെ മിക്കവരും ഗുരുതരാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 അജ്ഞാതരായ തോക്കുധാരികൾ സ്ഥലത്തെ ഒരു വിനോദസഞ്ചാര സംഘത്തിന് നേരെ വെടിയുതിർത്തത്. പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്ന കൂട്ടക്കുരുതിയായിട്ടാണ് ഈ ആക്രമണത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത്. ഇത് സംബന്ധമായ കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അക്രമി സംഘത്തിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ മതം ചോദിച്ച ശേഷമാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ നടന്ന ആക്രമണത്തെ അമേരിക്കയും ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്ത്യക്ക് ഏതു തരം തിരിച്ചടി നടത്താനും അവകാശമുണ്ടെന്ന നിലപാടിലേക്ക് ഇപ്പോൾ അമേരിക്കയും മാറിയിട്ടുണ്ട്. കൂടാതെ തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുത്തതിന്റെ പകയാണോ ഇതെന്നും സംശയമുണ്ട്. സൗദി സന്ദർശനത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറബ് രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു. സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് അമേരിക്ക, റഷ്യ, സൗദി അറേബ്യ, ഇസ്രയേൽ, UAE, ഇറാൻ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും മാറിയിട്ടുണ്ട്. ആക്രമണത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടെ പാകിസ്ഥാനാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യ വലിയ രൂപത്തിലുള്ള തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത്. അതിർത്തി കടന്ന് ഏത് നിമിഷവും ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം പറയുന്നത്. അതായത് ഈ വിവരം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ആഭ്യന്തരമന്ത്രി ഷാ ഒരു രഹസ്യ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ, ആഭ്യന്തര മന്ത്രാലയം എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അഥവാ DGP ഉൾപ്പെടെയുള്ള ജമ്മു കശ്മീർ ഉദ്യോഗസ്ഥർ കൂടാതെ അജിത് ഡോവൽ എന്നിവരെയൊക്കെ വെർച്വലായി യോഗത്തിൽ പങ്കുചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ശ്രീനഗറിലേക്ക് തിരിച്ചത്. ഡോവൽ അടക്കമുള്ളവർ ഇതിൽ പങ്കുചേർന്നത് കൊണ്ട് തന്നെ തിരിച്ചടിക്കുള്ള കോപ്പ് അവർ കൂട്ടി തുടങ്ങി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.
അപ്പോൾ 2016ലെയും 2019ലെയും പോലുള്ള സമാനമായ അതിശക്തമായ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അടിക്ക് അതിന്റെ 10 മടങ്ങ് ആഘാതത്തിലുള്ള തിരിച്ചടി അധികം വൈകാതെ തന്നെ നമ്മൾ കൊടുത്തിരിക്കും. അതോടെ കാശ്മീരിനെ തൊടാനുള്ള അവരുടെ പൂതി അതോടെ കെട്ടടങ്ങും. കൂടാതെ ഈ ഒരു അവസരത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയാൽ ചൈനയ്ക്ക് പോലും ഇടപെടാൻ പരിമിതികൾ ഉണ്ടാകും. അമേരിക്കയുമായുള്ള സാമ്പത്തിക യുദ്ധത്തിൽ അടിപതറിയ ചൈന ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നതിനിടയ്ക്ക് പാക് അനുകൂല തീവ്രവാദികൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ആക്രമണം ചൈനയെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇതിന് വലിയ വില പാകിസ്ഥാൻ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്കും തർക്കമുണ്ടാവുകയുമില്ല. അക്രമത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റക്കാരെ ഒരാളെയും വെറുതെ വിടില്ലെന്നും ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് സൈന്യത്തിനും വലിയ ഊർജമാണ്. മാരകമായി തിരിച്ചടി നൽകണമെന്നതാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും നിലപാട്. അവർ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ലഷ്കർ ഇ തൊയ്ബ അഥവാ LTTയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നറിയപ്പെടുന്ന ഒരു സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ശാഖയാണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF എന്ന് പറയുന്നത്. സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടൽ പ്രകാരം 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും ജമ്മു കാശ്മീർ പ്രത്യേക പദവി റദ്ദാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഈ TRF നിലവിൽ വന്നത് പോലും. അതിലൂടെ തന്നെ അവരുടെ ലക്ഷ്യം എന്താണ് എന്നതിൽ വ്യക്തത വന്നു കഴിഞ്ഞു. അതെ, കാശ്മീരിന്റെ ക്രമസമാധാനം തകർക്കുക തന്നെ. ഈ സംഘടനയുടെ നേതാക്കളിൽ സാജിദ് ജാട്ട്, സജ്ജാർ ഗുല്ല, സലീം റഹ്മാനി എന്ന മിക്ക മത തീവ്രവാദികളുമുണ്ട്. ഇവർ എല്ലാവരും തന്നെ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ടവരുമാണ്. ഇന്ത്യൻ എക്സ്പ്രസിലെ ഒരു ന്യൂസ് പ്രകാരം കറാച്ചിയിൽ നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ അധിഷ്ഠിത സംഘടനയാണ് TRFന്റെ തുടക്കം എന്ന് പറയുന്നത്. അതായത് ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ടാം, ചിപ്വയർ എന്നിങ്ങനെ സകല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത് ശക്തമായ സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ തീവ്രവാദ പ്രചാരണം, മതസ്പർദ്ധ വളർത്തുക, കൂടാതെ സംഘടനയുടെ റിക്രൂട്ട്മെന്റ് എന്നീ ആവശ്യങ്ങൾക്കായി അവർ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. ലഷ്കർ ഇ തൊയ്ബ, തെഹ്രീക്ക് മില്ലത്ത് ഇസ്ലാമിയ, ഗസ്നവി ഹിന്ദ് തുടങ്ങി നിരവധി വ്യത്യസ്ത ഭീകര സംഘടനകളുടെ സംയോജനം കൂടിയാണിത്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് കീഴിലുള്ള പരിശോധന നടന്ന സമയത്ത് അത് ഒഴിവാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഒരുപാട് ശ്രമിച്ചതാണ്. ആ ഒരു സമയത്താണ് TRFനെ ബ്രാൻഡ് ചെയ്തതെന്ന് നിരവധി ആരോപണങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു മതവിഭാഗത്തെ സൂചിപ്പിക്കുന്നതിനേക്കാൾ ഒരു പൊതു പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഈ പേര് അവർ തിരഞ്ഞെടുത്തത്. ലഷ്കറിനും ജെയ്ഷെ മുഹമ്മദിനും മതപരമായ ഒരു മുഖമുണ്ട്. കാശ്മീർ തീവ്രവാദത്തെ തദ്ദേശീയമായി കാണിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അതിനാൽ ആഗോള രാഷ്ട്രീയത്തിന് മുമ്പിൽ ഈ തീവ്രവാദത്തെ ഒരു പ്രതിരോധം എന്ന് മറയാക്കി ആ പേരിൽ അവർ തിരഞ്ഞെടുത്തു. പുറമെ ഇസ്ലാമിക അർത്ഥതലങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടുള്ള മുഖംമൂടി സ്വീകരിച്ച് തീവ്രവാദത്തിന്റെ പുതിയ അർത്ഥതലങ്ങൾ അവർ ഈ സംഘടനയിലൂടെ പടുത്തുയർത്തി. 2020ലാണ് ഈ സംഘം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തുടങ്ങിയത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുൾപ്പെടെയുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകൾ ആക്രമണങ്ങൾ നടത്തും എങ്കിലും TRF മാത്രമേ ഉത്തരവാദിത്തം ഏറ്റെടുക്കൂ. 2024 ഒക്ടോബർ 20-ന് ഗാണ്ടർബലിൽ നടന്ന ഇസഡ്മോർ ടണൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF അടുത്തിടെ ഏറ്റെടുത്തിരുന്നു. സോപ്പോറിലും കുപ്വാരയിലും ജമ്മു കാശ്മീർ പോലീസ് ഒരു യൂണിറ്റ് ഓവർഗ്രൗണ്ട് വർക്കർമാരെ അഥവാ OGWമാരെ പിടികൂടിയപ്പോഴാണ് പുതിയൊരു സംഘടനയുടെ ആവിർഭാവത്തിന്റെ ആദ്യ സൂചന ലഭിക്കുന്നത്. കേരളിലെ നിയന്ത്രണ രേഖയ്ക്ക് അഥവാ LOCക്ക് സമീപം തീവ്രവാദികൾ ഉപേക്ഷിച്ച ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ഒരു ശേഖരം അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൂടാതെ അതിനെല്ലാം പുറമെ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി കിട്ടി. അതായത് അവർ പുതിയ സംഘടനയ്ക്കായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണെന്ന്. അറസ്റ്റിലായ ഭീകരരാണ് ഈ വിവരം നൽകിയത്. 2023 ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം TRFനെയും അതിന്റെ സൗഹൃദ സംഘടനകളെയും കൂടാതെ അതിന്റെ പിന്തുടർച്ച ഗ്രൂപ്പുകളെയും ഒക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും നിരോധിച്ചു. 1967 UAPA നിയമപ്രകാരം TRFനെ തീവ്രവാദ സംഘടനയായി മന്ത്രാലയം പ്രഖ്യാപിച്ചു. എന്തായാലും ഇന്ത്യ പടയ ഇന്ത്യയല്ല. തിരിച്ചടി അതിവേഗത്തിൽ ഇതിലും ഭീകരമായി തന്നെ ആയിരിക്കും. അത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. വിഷയത്തിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. അതോടൊപ്പം പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.